ഓഹ് എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്. ഇനി ഇതൊന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ. ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓഹോ, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം മുതലാളി. നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മുതലാളി. തുരുമ്പെന്നും പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. എത്ര 99 വരില്ലല്ലോ. അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ. തേക്കാൻ ബാക്കി നിങ്ങൾ തരോ? എത്ര 99 കാലല്ലേ? 30, 60, 90, 50. 200. 200ന്റെ കൂടെ 50 കൂട്ടിക്കോ. 200, 50, 250. ഓ 200, 50, 250 തന്നെ. കണക്കൊന്നും എന്നെ പഠിപ്പിക്കില്ലേ? 200 ഉണ്ട്. പിടി വിട്. ആർക്കു വേണ്ടിയാ മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ജീവിച്ച ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ചാടിച്ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചുരാമൻ എന്ത് ചെയ്യും? അവനെ ഞാൻ ലേലത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആഹാ, കൊച്ചുരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചുരാമന് ലേലത്തിന് പൊയ്ക്കൂടെ? കൊച്ചുരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്. ലേലം വിളി ജയിക്കാനായി ജനിച്ചവനവൻ. വാശി അവന്റെ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 30,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. എന്തായി? കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറ. പറയാം. ആദ്യം നമ്മുടെ ലെവനില്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാലി കരീം 13,333 വിളിച്ചു. അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. മിടുക്കൻ. നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല, കണ്ണമാലി അല്ലേ? ഓ, എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കാണാൻ മുതലാളി. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന് സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. ഒന്നും പറ്റിയിട്ടില്ല മുതലാളി. ലേലം കിട്ടിയ ക്ഷീണത്തിലാ. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഓ, ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. നിന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നേ. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. പിന്നെ ചേച്ചി, വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരി. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി. അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം. മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്നും ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡില്ല. വേഗം വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ.
അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നാലോ? இப்ப வேற எங்கேயாச்சும் போறோமா? ഇല്ലേ എങ്ക ഇല്ലേ. அண்ணா இன்னைக்கு எனக்கு மல்லி மாலை பிச்சி மாலை கரம்பம் எல்லாம் വാങ്ങണോ? അവനെ എതുക്ക് ഇരിക്കൂ. ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ்? ஐயோ அதுக்கு இல்லன்னா வட்டா கோயிலில பூஜை பண்றதுக்கு. என்ன ஐயப்பன் கோயில் போற வழி இதானா? ആ വഴി പോയാൽ നടക്കില്ല. എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? என்ன அல்ல அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம். உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா? அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும். அதான் அப்படிதானே. என்ன எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க. எல்லாம் வாங்கி தரேன். சீக்கிரம் தடு. அந்த சாரி வாங்கி தரேன். பிடிச்சு பிடிச்சு இதாளு. இவ்வளவு பெரிய கடை? ஆமாமா വലിയ கடை. நைட்டி இருக்கு, சாரி இருக்கு. என்ன வேணும்? அந்த சாரியா பிடிக்கல புல்லே. அப்படியே நைட்டுக்கு அப்புறமா அந்த வயலட் வேணுமா? வயலட் சாரியா? யாருடா என் பொண்டாட்டி மேல கை வச்சது? டேய் பொண்டாட்டி மேல கை வைக்கிறதா? யாரும் தெரியுமா? எப்படி இருக்கு பாரு. அண்ணே டேய் அடி அடி நிறுத்து நிறுத்து நிறுத்து. എന്നെ കൂടാതെ ഹെൽമറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. ஐயோ அடிக்காதீங்க. എന്റെ വൈഫാണ് എന്റെ മാനങ്ങളെ. എന്നെ കണ്ട പിന്നെ നിലത്ത് നിർത്തൂല്ല. ഭയങ്കര തമാശക്കാരൻ. ഇടിച്ചാണ് നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃതരായി. അല്ല അത് ഞാൻ താനൊന്നും മിണ്ടണ്ട. താനാണെന്ന് വിചാരിച്ചു ഞാൻ ഒരുത്തനെ കയറി തല്ലുകയും ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്ത് എന്നെ നടുവും പോയി. ആരാത്? ഓ ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ. തനിക്കൊന്നും പറഞ്ഞ പണിയല്ല വെച്ചത്. അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ്. ഒരവസരം കൂടി ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട. ഇതിന് ഞാൻ പകരം വീട്ടും. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല. ഇപ്പൊ മാനോ ഇല്ല. കറക്റ്റ്. കാന്തതയുടെ അപാരതീരോ. പാട്ട് പാടിയിട്ട് തന്നെ പേടിയാവും. എന്ത് കോലം കണ്ടില്ലേ? കോലോ? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യമാ. അല്ല രാവിലെ എങ്ങോട്ടാ? എന്റെ സാറേ ഇന്ന് 1-ാം തീയതിയല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ. അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനെങ്ങനെ ചോദിക്കണ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടോടുന്നു പോകാ പറയാ. താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എടോ വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ട. ചെല്ലി അല്ല പൊടി. ஐயோ கிருஷ்ணா வருவாருப்பா சாமி. ஐயோ சாமி உள்ள வாங்க சாமி. சாமி உள்ள வாங்க. മയാണവൾ എരുമേണോളന്നോ? ഇത് ഞാൻ പൊണ്ടാട്ടിടാ. சாமி வாங்க. ருக்கு என்ன இது? இவன் பிச்சைக்காரன்டி. ஐயோ ஐயோ அப்படியே சொல்லாதீங்க. சத்து வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். ഇറ്റ്സ് ഓൾ റൈറ്റ്. ஐயோ உங்களுக்கு இதானதா தெரியாதண்ணா? ஒரு பெரிய காஸ்காரன் வீட்டுல கடவுள் வேஷம் மாதிரி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். இந்த காஸ்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒரு சாமி அப்படியே போய் அடுத்து பாங்கப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு அஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு ஆக்கி வாரி வழங்கினான்னா அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்காரன் மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல சொல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. താങ്ക്സ്. வாங்க உள்ள வாங்க உள்ள வாங்க.
ஐயோ கீழே இல்ல சோஃபா மேல உட்காருங்க அண்ணா நீங்க சாமி பக்கத்துல உட்காருங்க ഞാൻ சொல்றது சொல்றத கேளுங்களேன் சாமி நான் சாப்பாடு எடுத்துட்டு வரேன் എന്താ പേര്? കാതലൻ. അയ്യോടാ രാജകുമാരൻ ഇടായിരുന്നില്ലേ? ചിരിക്കലേ ചിരിക്കലേ പേടിയാവണു. പല്ല് കേൾക്കാറില്ലല്ലേ? അല്ല ചേട്ടാ, ചേട്ടൻ ദന്ത ഡോക്ടറാ? ഡെന്റിസ്റ്റാ? എന്താ? അല്ല ചേട്ടൻ എപ്പോഴും എന്റെ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു. അതെന്റെ പല്ല്. ஏன்னா கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு ബിഎഫ് എടുക്കാ? ബീഫ് ഇടാരും കഴിക്കാറില്ല. അതല്ല ചേട്ടാ, ബിഎഫ് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ്. ருக்கு உன் கடவுள் என்ன கேக்குறான்னு தெரியுமா? വായന്ന് കൈ കൊടുക്കും. വെല്ലിട്ട് ഛർദ്ദിപ്പിക്കാൻ നോക്കണം വൃത്തിയോടെ. അഭിഷ്ടു അഭിഷ്ടു. പട്ടി കൈയൊക്കെ തുപ്പി വൃത്തിയേടാക്കി. നാളെ കഴുകാം. இதுக்கு முன்னாடி பெரிய பாத்திருக்கியா அப்படின்னா இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருன்னு அங்க சாமி வந்திருக்கு சாமி இந்தா குடு நான் இதை எடுத்துட்டு வந்துடுறேன் என்ன கடவுளே நம்ம என்ன புண்ணியம் பண்ணிருக்கோம் சாமி சும்மா நிக்காத கும்பிட்டுட்டே நில்லுன்னா എന്താ പേര്? ശാന്ത സ്വീറ്റ് നെയിം. വയസ്സെത്രേ? 16 നല്ല പ്രായം. இந்த சாமி ஸ்வீட் சாப்பிடுங்க சாப்பிடுங்க சாமி நல்லா இருக்கட்டும், நல்லா இருக்கட்டும். ஐயோ ஐயோ சாமி என்ன பசியா இருக்குன்னு பாரு சாந்தா சாப்பிடுங்க சாப்பிடுங்க ഇന്നത്തെ കണി കൊള്ളാം. ഇന്ന് കുറെ വീട് കേറണം. சாமி குருவாயிருப்பா எங்களை மட்டும் காப்பாத்துப்பா മാറ് സാറേ, എനിക്ക് വീട്ടിൽ തന്നെ. ഈ വീട്ടിൽ ഇപ്പൊ തണ്ടണ്ട, ഇവിടെ തന്നെ വേറെ തണ്ടികളുണ്ട്. എന്നാ ഇവിടെ നിന്ന് തണ്ടാം. എവിടെ നിന്ന് ഉള്ളതാ? എന്തോന്ന്? 1-ാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശെടു സാറേ. കാശ് നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുപോയി തണ്ടാം. കൊണ്ടുപോ ഓടോ. 10 രൂപ എവിടെ കരുത തെണ്ടിയാണ് ഇവനൊക്കെ. തെണ്ടികളുടെ വില കളയാന്ന് തെണ്ടി. ഇന്ന് 1-ാം തീയതി ആയിട്ടെങ്കിൽ തെണ്ടിലൊന്ന് നിർത്തി കൊടേടാ തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ഞാൻ തെണ്ടി പോകും. തെണ്ടി മുതലാളി 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 ഞാൻ കൂടി ഗേറ്റിന് പുറത്ത് നിന്നാ മതി. 1-ാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങണ്ടേ? കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിക്കൊണ്ട് തരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഒക്കലല്ലേ, ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഒന്നിച്ച് പോവാൻ നമുക്ക്. ഓ ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഗതി ഉണ്ടാവില്ല. ഈ തുരുമ്പ് ഇങ്ങനെ ഓടിച്ചു നടക്കുന്ന മുതലാളിനെ സമ്മതിക്കണം. ഒരിക്കൽ ഞാൻ തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണ്ട. സ്റ്റാറ്റസിന് യോജിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചേ അടങ്ങും. എവിടെ കയറി പോന്നു? അകത്തേക്ക്. നീ നഗത്തേക്ക് കയറണ്ട. അല്ലെ ഈ 1-ാം തീയതി വെച്ച് നീ എന്താ കരുതി? 1-ാം തീയതി ദൈവമേ, 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ഒക്കെ തന്നെ. ഈ 1-ാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. 1-ാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണം. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാ നീ കയറണ്ടെന്ന് പറഞ്ഞത്. പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് പോവാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പിയുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുവോ? ഏതായിട്ടോ? ഓ ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിനാ? കൊച്ചു കള്ള വിളിച്ചു വരുത്തിയിട്ട് എന്താ ആവശ്യമൊന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ? അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. 1-ാം തീയതിയായിട്ട് കുഴപ്പിക്കല്ലേ. എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസതി പോവില്ല. കാശ? എന്താ നിങ്ങൾ ഉദ്ദേശം? എണീക്കണം, എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. മേശപ്പുറത്ത് താഴെ ഇറങ്ങാൻ. പിന്നെ ആരാ? എന്താ എന്താ മുതലാളി? എനിക്കറിയില്ല. രാവിലെ ഓരോന്ന് കയറി വരും മെനക്കെടുത്ത്. അല്ലേ വിളിച്ചു വരുത്തിയിട്ട് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടെ തന്നെ ആയവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറി പോയിട്ടുണ്ടാവും. ഓ അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. ഇങ്ങോട്ട് 2 രൂപയോ? താൻ വെച്ചോ ദരിദ്രവാസി.
വീട്ടിൽ നല്ലൊരു ഭാര്യയുള്ളപ്പോ എന്തിനാ മുതലാളി? 1-3. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കണ്ട സാറ് വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു. ഓ, സരസു ഇവിടില്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആ, ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശ് എടുത്തേ, ഞാനത് കൊടുത്ത് അവരെ ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറ് വന്നാട്ടെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഇവൻ എന്നെ കൊന്നേനെ. അല്ല, ഞാൻ മതി, എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം. ഞാൻ പെരുവഴിയാക്കി തരാം. ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ടാ 100 കിലോ കട്ടി പിടിച്ച് വെക്കണോ? 100 കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ 100 കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളിയായേനെ. ആ, നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, 100 കിലോന്റെ കട്ടിക്ക് വരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, 100 ഗ്രാം അല്ല 100 കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറിയിരി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട. ഇങ്ങോട്ട് എടുത്ത് വെക്കണോ? എടുത്ത് വെക്കണോ? 100 ഗ്രാമും ഇല്ലേ? പിടി. അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ചേർഷയ്ക്ക് ചേർന്നതല്ല. ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ചേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ? ഇത് ഞാനാ ചേർഷ. എനിക്കടിച്ച പറ്റും. പക്ഷെ എനിക്ക് എന്റെ സ്നേഹം എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പാമ്പ്. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ടേ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും, അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബെ വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവിടെ കള്ളുടിയന്മാരുടെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാനെങ്ങനെ കള്ളുടിയലായത് സാർ അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ?
പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായ നീയല്ലേ പെട്ടിക്കട പെട്ടിക്കടകൾ പൊക്കിക്കളിക്കലും നിന്റെ ഒരു തമാശയാണല്ലോ. ഒന്ന് മാറിക്കേ. എവിടെ പോനാ? പാലാരി കേട്ടോ, കലൂരോ, വൈറ്റില്ലേ? പിന്നെ ഏത് കോത്താഴത്തോ? കോത്താഴത്തോ, നോർത്തോ സൗത്തോ? 50 പൈസ. ആ അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ലോ. ഞാനല്ല, എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എവിടെ നോക്കിട്ടാണ് വണ്ടി എന്റെ ലൂടാർ ചെരുപ്പത് പോടാ പട്ടി. എന്റെ ലൂടാറേ